ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ക്ലയൻറ്റിൻ്റെ ശോഭ ഹാർട്ട്ലാൻഡിലെ 3 ബെഡ്+ മെയ്ഡ് അപ്പാർട്ട്മെൻറ്റ്സിനകത്താണ്. ആളിത് ഓഫ് പ്ലാനിൽ മേടിച്ചപ്പോൾ കൊടുത്തിരുന്നത് 2.9 മില്യൺ. അന്ന് 60/40 പേയ്മെൻറ്റ് പ്ലാൻ ആയതുകൊണ്ട് ആളുടെ കയ്യിൽ നിന്ന് ആകെ കൂടി ഇറക്കിയ 1.7 മില്യൺ. പക്ഷേ ഇന്ന് വിൽക്കാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് പറയുന്നത് 3.7 മില്യൺ. ദാറ്റ് മീൻസ് 1.7 to 3.7. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നത് ഓഫ് പ്ലാനിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. ഇനി ഈ ഒരു യൂണിറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു മോർഗേജ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഗ്രേറ്റ് ക്യാഷ് ആണ്. ബിക്കോസ് ഇനീഷ്യലി നിങ്ങൾ ആ കൂടി കൊടുക്കുന്നത് 888,000 ദിറംസ്, മന്ത്ലി കൊടുക്കുന്നതോ 15,400 ദിറംസ്. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് 184,000 ദിറംസ് ആണ് നിങ്ങൾ മോർഗേജ് ആയിട്ട് അടക്കേണ്ടി വരിക. എന്നാൽ ഇവിടെ നിലവിൽ ഇപ്പോൾ 3 ബെഡ്+ മെയ്ഡിന് റെൻ്റിൽ പോകുന്നത് 290,000 ദിറംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 290 - 185 എന്ന് പറയുന്നത് 105,000 ദിറംസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണ്. 888,000 ദിറംസ് കൊടുത്ത് 105,000 ദിറംസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വെരി ക്ലിയർലി 11.9% ആണ് ROI. ഇനി ഇത് ലോങ് ടേം റെൻ്റലിൻ്റെ കാര്യം. ഷോർട്ട് ടേം റെൻ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 36,000 ദിറംസ് ആണ് ഒരു മന്ത്ലി പോകുന്നത്. അപ്പോൾ ഷോർട്ട് ടേം റെൻ്റൽസ് ആയതുകൊണ്ട് നമ്മൾ 12 മാസത്തേക്ക് കൂട്ടണ്ട, ഒരു 8 മുതൽ 10 മാസം വരെ കൂട്ടുകയാണെങ്കിൽ 330,000 ദിറംസ് ഒരു ആവറേജ് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 16.4% റെൻ്റൽ റിട്ടേൺസ് ആണ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റെഡി പ്രോപ്പർട്ടിക്ക് ആരും തന്നെ 8% മുകളിൽ റെൻ്റൽ റിട്ടേൺസ് പറയാറില്ല. ബട്ട് ചില കേസസിൽ ഇങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും അല്ല, ഓഫ് ലാൻഡ് പ്രോപ്പർട്ടീസ് വിച്ച് വിൽ ബെനിഫിറ്റ് യു മോർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ താഴെ നമ്പർ ഉണ്ട്. ഡു കോൾ മീ, ലെറ്റ്സ് ഡിസ്കസ്.